യുവവാണി. പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ IT ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ചിന്തിക്കുന്നത് എന്താണ്? വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫ്, അവർക്ക് നിന്ന് തിരിയാൻ സമയമില്ല എന്നെല്ലാം പറയും. പിന്നെ ഇത്തിരി സമയം കിട്ടിയാൽ അവർ പാർട്ടിയൊക്കെയാണെന്നാണ് നാട്ടിലൊരു പറച്ചിൽ. പക്ഷെ ഇങ്ങനെയൊന്നും അല്ല പലരുടെയും കാര്യത്തിൽ. കലകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് പലരും. അതിനുവേണ്ടി ഇല്ലാത്ത സമയം പോലും ഉണ്ടാക്കി അത് പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുന്നവരും നമുക്കൊപ്പമുണ്ട്. അപ്പോ അങ്ങനെയുള്ള ഒരു കൂട്ടം പെൺകുട്ടികളെ എന്ന് പറയല്ലേ, നമ്മളിത് യുവവാണിയാണ്, അപ്പൊ നമുക്ക് യുവതി എന്ന് പറയാം. യുവതികളെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇന്ന് എന്റെ കൂടെ ഉണ്ടാവരെല്ലാവരും. നമുക്ക് ആദ്യം അവരുടെ പേരൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാം. എന്റെ പേര് സൗമ്യ എം നായർ. ഞാൻ ഇൻഫോപാർക്കില് പ്രോജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ശരണ്യ മോഹൻ. ഞാനും ഇൻഫോപാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, പ്രോജക്ട് മാനേജറായിട്ട്. ഞാൻ ശ്വേത. ഞാനൊരു HR പ്രൊഫഷണലാണ്. സ്വന്തമായൊരു HR കമ്പനി നടത്തുന്നുണ്ട്. ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഏരിയയിലാണ് എൻ്റെ ഓഫീസ് വരുന്നത്. എൻ്റെ പേര് അഞ്ജന ജയൻ. ഞാൻ ഇൻഫോ പാർക്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് മയൂഷ ശ്രീനാഥ്. ഞാൻ IT പ്രൊഫഷണലാണ്. ലീഡ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ശരി, അപ്പൊ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു. ഇനി എന്തിനാണ് ഇവരിവിടെ വന്നിരിക്കുന്നത് എന്ന് കൂടി അറിയണം. ഞാൻ കലയെ കുറിച്ചൊക്കെ പറഞ്ഞു, പക്ഷെ എന്ത് കലയാണ് ഇവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്തിലാണ് ഇവർ ഇൻവോൾവ് ആയിരിക്കുന്നത്, ഇതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ അതേക്കുറിച്ച് പറയാൻ ശ്വേതയുണ്ട്. ശ്വേതയോട് ചോദിക്കാം. ഞങ്ങള് ഒരു തിരുവാതിര സംഘം ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ലാസ്യമഞ്ജരി തിരുവാതിര ഗ്രൂപ്പ് എന്നാണ് ഞങ്ങൾ അതിനെ പേരിട്ടിരിക്കുന്നത്. ആക്ച്വലി എന്ന് വെച്ചാൽ ഞങ്ങള് കുറെ ആളുകളും ഇതിനകത്ത് ഫ്ലാറ്റ് മേറ്റ്സ് ആണ്. കൂടാണ്ട് ഞങ്ങളിതിൽ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലെ കുറെ ഫ്രണ്ട്സും നമ്മുടെ ഇതിലുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പാഷനാണ്. കാരണം ഞങ്ങളെല്ലാവരും ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫുൾ ലോഡിൽ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്ന് വർക്ക് ചെയ്യുന്നവരാണ്. പിന്നെ കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, ചില വീടുകളിൽ പേരൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞങ്ങൾ ഈവനിങ് ഒരു 8 മണിക്ക് 9 മണിക്ക് ശേഷം തിരുവാതിര പ്രാക്ടീസിനൊക്കെ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം സ്ട്രെസ് റിലീഫാണ്. വളരെ ഹാപ്പിനെസ് തരുന്ന ഒരു നിമിഷങ്ങളാണ് അതൊക്കെ. അതുമാത്രമല്ല, ഞങ്ങളെല്ലാവരും ഈ ഫ്ലാറ്റിൽ കുറേ വർഷങ്ങളായിട്ട് ഈ ഫ്ലാറ്റിൻ്റെ ഓണപരിപാടി അങ്ങനത്തേലൊക്കെ ഞങ്ങൾ ഡാൻസ്, അങ്ങനെ എല്ലാം നമുക്കിഷ്ടമുള്ള എല്ലാ ഡാൻസ്, തിരുവാതിര, അങ്ങനെ എല്ലാം ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ ഞങ്ങൾ കിട്ടുന്ന അവസരം ഞങ്ങൾ മാക്സിമം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഉള്ള സമയത്ത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു എളമ്പാത്തുകാവ് അമ്പലമുണ്ട്. അപ്പോൾ അവിടുത്തെ കമ്മിറ്റിയിലെ ഞങ്ങളെ ഒത്തിരി വേണ്ടപ്പെട്ടൊരു ചേച്ചിയുണ്ട്, നിർമ്മല ചേച്ചി. അപ്പോൾ ചേച്ചി ചോദിച്ചു ഞങ്ങളോട്, നിങ്ങൾക്കിങ്ങനെ എളമ്പാത്തുകാവിലൊരു ഉത്സവം നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കളിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല, എല്ലാവരും ഒറ്റയടിക്ക് യെസ് പറഞ്ഞു. യെസ് പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ തന്നെ ഇങ്ങനെ ഒരു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ 10 പേര് യെസ് പറഞ്ഞ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ പ്രാക്ടീസ് തുടങ്ങി. അപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ പുറത്തു പോയിട്ട് ഒരു തിരുവാതിരയൊക്കെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഒരുപാട് രാത്രി 8 മണി 9 മണിക്ക് ശേഷം ഞങ്ങൾ എല്ലാ വർക്കും കഴിഞ്ഞ് പിള്ളേരെയും സെറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡ് എല്ലാവരെയും കുട്ടികളൊക്കെ ഏൽപ്പിച്ചിട്ട് വന്ന് കളിക്കുക. അത് കഴിഞ്ഞ് ചിലപ്പോൾ 11-12 മണിയാവും ഞങ്ങളുടെ പ്രാക്ടീസ്. അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ആശയം ആരുടെ തലയിലാണ് ഉദിച്ചത്? ആശയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ശ്വേത പറഞ്ഞ മാതിരി നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഫ്ലാറ്റിൽ തിരുവാതിര കളിക്കുന്നവരാണ് എല്ലാവരും. ഈ പറഞ്ഞ മാതിരി ഒരേ വേവ് ലെങ്ത്തുള്ള കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഓണം സെലിബ്രേഷൻ വരുമ്പോൾ നമ്മളെല്ലാവരും കൂടി തിരുവാതിര കളിക്കുന്നതാണ്. പിന്നെ ശരിക്കും പറഞ്ഞ പോലെ നിർമ്മല ചേച്ചി നമ്മുടെ അവിടെ ഫ്ലാറ്റിലുള്ള ചേച്ചി, അപ്പം നമ്മുടെ തിരുവാതിര കണ്ടിട്ട് ചേച്ചിക്കും ഇഷ്ടമായിട്ട് അവിടെ ഉത്സവം വന്നപ്പം ചേച്ചി വന്ന് കളിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പം ഏറ്റവും മുന്നിൽ നിന്നത് ശ്വേതയും ബിന്ദു ചേച്ചിയാണ്. നമുക്ക് കളിക്കണം, നമുക്കിങ്ങനെ ഒരു തിരുവാതിര ഗ്രൂപ്പ് ഫോം ചെയ്യണം, ഒരമ്പലത്തിൽ ഒതുക്കരുത്, നമുക്കിനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടും, നമുക്ക് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഒരു മോട്ടിവേഷൻ കാരണമാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങൾക്കൊക്കെ പേടിയുണ്ടായിരുന്നു, കാരണം നമ്മൾ ഇതുവരെ ഫ്ലാറ്റിലാണ് കളിച്ചിട്ടുള്ളൂ. അപ്പോൾ പുറത്ത് പോയി കളിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതുപോലെ നമുക്കങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ അത് നോക്കി കളിക്കാൻ നമ്മൾ ഓരോ വീഡിയോസ് എടുക്കുന്നു, പഠിക്കുന്നു. പിന്നെ ഡാൻസ് ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞാൽ ചേച്ചിയും ഒരുപാട് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് തരും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കളിച്ച് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ആ ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടി
കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെന്തായാലും കളിക്കണം എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് ശ്വേതയും ബിന്ദു ചേച്ചിയാണ്. പിന്നെ നമ്മളെല്ലാവരും ഓക്കെ ഒരവസരം കിട്ടിയതല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ എളമ്പാത്ത് കാവിൽ പോയി കളിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം കളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് നമ്മൾ അറിയുന്നത്, ഒന്നാമത്തെ കാര്യം നമ്മൾ ആ സ്പെൻഡ് ചെയ്യുന്ന ഒരു 1 hour, പ്രാക്ടീസിന് സ്പെൻഡ് ചെയ്യുന്ന ഒരു 1 hour എന്ന് വെച്ചാൽ നമ്മൾ ആ കളിക്കുന്നത് മാത്രമല്ല, ഭയങ്കര റിലാക്സേഷനാണ്. ഈ പറഞ്ഞ മാതിരി ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വന്നു കഴിയുമ്പം നമുക്ക് ആ ഒരു ഇപ്പം ഒന്ന് പ്രാക്ടീസ് ചെയ്തു, പിന്നെ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് സംസാരിക്കും, അങ്ങനെ പിന്നെ പ്രാക്ടീസ് ചെയ്യും, അങ്ങനെ 3-4 പ്രാവശ്യം 1 മണിക്കൂറിൽ പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാക്ടീസ് ചെയ്യുന്നതും ഒരു നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൂടാതെ അതൊരു വലിയൊരു റിലാക്സേഷനുമാണ്. അപ്പം അത്രയും എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ ആ അമ്പലത്തിൽ പോയി കളിച്ചപ്പോൾ നമുക്ക് എല്ലാവരും പൊതുവെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്, നല്ലതായിരുന്നു എന്ന് ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഹാപ്പിനെസ്സും കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവർ പറഞ്ഞത് സത്യമാണ്, നമുക്ക് ഇനിയും കളിക്കണം എന്ന് എല്ലാവർക്കും, അന്ന് കളിച്ച എല്ലാവരും ഇങ്ങനെ നമുക്ക് ഇനിയും കളിക്കണം, ഇനിയും അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കളിക്കണം അങ്ങനെ പറഞ്ഞ് ഒരു തീരുമാനം എടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഒഫീഷ്യലി നമ്മൾ ഒരു പേര് കൊടുത്തതും ഗ്രൂപ്പ് ഫോം ചെയ്തതും ഒക്കെ അങ്ങനെയാണ്. ആക്ച്വലി ഞങ്ങൾ അന്ന് കളിച്ച സമയത്ത് ഞങ്ങൾക്ക് തിരുവാതിരയ്ക്കൊരു സ്പെസിഫിക് പേരൊന്നുമില്ല. ഞങ്ങൾ കോൺഫിഡൻറ്റ് ക്യാപ്പല്ല എന്ന് പറഞ്ഞിട്ടാണ് അമ്പലത്തിൽ കൊടുത്തതും കളിച്ചതും ഒക്കെ. നിങ്ങളുടെ ഫ്ലാറ്റിന്റെ പേര് കാരണം തൊട്ടടുത്തുള്ള ഫ്ലാറ്റാണ്. ഞങ്ങൾ എന്നും എല്ലാ ട്യൂസ്ഡേസിലും പോകുന്ന ഒരു അമ്പലമാണ്. അങ്ങനെ കളിച്ചു വന്നപ്പോഴും തിരിച്ചു വന്നപ്പോൾ മനസ്സ് നിറച്ചും ഒരു സന്തോഷമാണ്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലെ ഈ സ്കൂളിലും കോളേജിലൊക്കെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ചാൻസ്, ഇപ്പോൾ പറഞ്ഞ പോലെ ഫ്ലാറ്റിലൊക്കെ ചാൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഒരു അമ്പലത്തിൽ പോയി കളിക്കാമെന്നും പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ ഇപ്പം സൗമ്യ പറഞ്ഞ പോലെ എൻ്റെ മൈൻഡിൽ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഇതുപോലെ എന്തെങ്കിലും. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സാംസ്കാരിക കലകൾ അതുപോലെ എല്ലാ കലകളോടും നമുക്ക് ഭയങ്കര പാഷനാണ്. നമ്മൾ ഒരുപാട് അതിൽ കളിക്കുന്നില്ലെങ്കിലും കാണാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ തിരുവാതിര പോലുള്ള ഇതെന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ വർഷത്തിലൊരിക്കൽ ഈ തറവാടുകളിലൊക്കെയാണ് ഇത് കൂടുതൽ കളിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്നും നമ്മുടെ ഫ്ലാറ്റിൽ ഞങ്ങൾ അങ്ങനെ തിരുവാതിര ദിവസം ഓക്കെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കും എന്നല്ലാണ്ട് തിരുവാതിര കളി അങ്ങനെയൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല. ഈ പറയണ അസോസിയേഷൻ ഓണത്തിനൊക്കെയാണ് ഞങ്ങളങ്ങനെ. അപ്പോൾ ഈ ഒരു കലയോട് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് കൊണ്ട് ഇങ്ങനൊരു ചാൻസ് നമുക്ക് ഇങ്ങോട്ട് കിട്ടിയപ്പോൾ അത് നോ പറയാൻ നമുക്ക് തോന്നുന്നില്ല. അപ്പം എന്തായാലും അന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് ഇനി എന്തായാലും തുടരണം എന്ന് വിചാരിച്ചു. പക്ഷെ അത് എങ്ങനെ വേണമെന്ന് മൈൻഡിലില്ലായിരുന്നു. ആ സമയത്താണ് നമ്മുടെ കൂടെ അഞ്ജനയുടെ മോളും ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ്, നന്നായിട്ട് അവൾ കളിക്കും. അപ്പോൾ അവൾക്ക് അന്ന് കളിച്ച ഇത് കണ്ടിട്ട് വേറൊരു അമ്പലത്തിൽ നിന്ന് അവർ വിളിച്ചിട്ട് മോള് കളിക്കുമെന്ന് ചോദിച്ച് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നു. അപ്പോൾ അവള് കാരണം അവർ പറഞ്ഞു ഇങ്ങനെ തിരുവാതിര നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് ആഗ്രഹമുണ്ട് കളിക്കാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കളിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ യെസ് പറഞ്ഞു. അങ്ങനെ തന്നെ നെക്സ്റ്റ് മന്ത് തന്നെ തൊട്ടടുത്ത് വേറൊരു അമ്പലത്തിൽ, ദേവിയുടെ അമ്പലത്തിൽ നമുക്ക് കളിക്കാൻ ഒരു ചാൻസ് കിട്ടി. അടുത്ത പരിപാടി. അങ്ങനെ ഈ കഴിഞ്ഞ ഉത്സവകാലത്ത് ഞങ്ങൾക്ക് ഒരുപാട് അമ്പലങ്ങളിൽ കാക്കനാട് ചുറ്റുമുള്ള അമ്പലങ്ങളിൽ കളിക്കാനുള്ള ഒരു ചാൻസ് നമുക്ക് കിട്ടുകയാണ് ചെയ്തത്. വളരെ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് അങ്ങ് തുടങ്ങി, പക്ഷെ ഇപ്പൊ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഗേറ്റിന്റെ ഉള്ളിൽ മാത്രം ഇരുന്നവരായിരുന്നു. തിരുവാതിര ഈ അപ്പാർട്ട്മെന്റിലെ പ്രോഗ്രാമിന് മാത്രം കളിച്ചു. പിന്നെ നമ്മൾ കഴിഞ്ഞ ആ ഒരു സീസണിൽ 5-6 അമ്പലത്തില്. അപ്പൊ രണ്ടാമത്തെ അമ്പലത്തില് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് അവർ ചോദിച്ചു ഇവർക്ക് പേരുണ്ടോ. അപ്പൊ ഞങ്ങൾ ആദ്യം അങ്ങനെയൊന്നും മൈൻഡിലില്ല ഒരു പേരിടണം എന്നോ പ്രൊഫഷൻ. പിന്നെ അങ്ങനെ അപ്പോൾ ഒരു ഡിസ്കഷനായി ഗ്രൂപ്പിൽ എന്ത് പേരിടണം, അതിട്ടാൽ നല്ലതാവും. അങ്ങനെ ഞങ്ങൾക്ക് ഒരാഗ്രഹം ട്രഡീഷണൽ ആവണം, അങ്ങനെയൊക്കെ എല്ലാവരും ആഗ്രഹമുള്ളവരായിരുന്നു. അങ്ങനെയാണ് ലാസ്യമഞ്ജരി തിരുവാതിര സംഘം എന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്തായാലും, അപ്പോൾ അതിൻ്റെ കൂടെ ഇൻഫോ പാർക്കും കൂടി ഞങ്ങളൊന്ന് ആഡ് ചെയ്തു. അങ്ങനെയാണ് ഓരോ ഡാൻസും ഞങ്ങൾ കളിച്ചതും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ എഫേർട്ട് ഉണ്ടായിരുന്നു. എഫേർട്ട് മീൻസ് ഹാപ്പിനെസ് ആണ് അറ്റ് ലാസ്റ്റ് നമുക്ക് ആ കളിച്ച് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം തന്നെയാണ് ഇതിലത്തെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റ് ഞങ്ങളെ സംബന്ധിച്ച്. എഫർട്ടിലേക്കും ചലഞ്ചസിലേക്കും ഒക്കെ നമുക്ക് വരാം. അതിനു മുൻപ് 10 പേരാണെന്ന് പറഞ്ഞു, പക്ഷെ 5 പേരെ ഇപ്പോ ഇവിടെ ഉള്ളൂ. ബാക്കി ഈ 5 പേരാരാണ്? അതിന്റെ ഇടയ്ക്ക് ഒരു ബിന്ദു ചേച്ചി എന്നൊക്കെ പറഞ്ഞു കേട്ടു. അതാരാണെന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണില്ല. നമുക്ക് അവരെയൊക്കെ കൂടെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. ബിന്ദു ചേച്ചി എന്ന് പറയുന്നത് ചേച്ചി ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള ഡാൻസ് ടീച്ചറാണ്. ചേച്ചി എന്ന് പറയുന്നത് ഭരതനാട്യം ഒഡീസി ഡാൻസറാണ്. ഇപ്പൊ ചേച്ചി അങ്ങനെ പ്രൊഫഷണലി സ്റ്റേജ് പെർഫോമൻസ് ഒന്നും ചെയ്യുന്നില്ല. ചേച്ചി ചെന്നൈയിലൊക്കെ പഠിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ആളായിരുന്നു. ഇപ്പോൾ ഫാമിലി
ആയിട്ട് സെറ്റിൽഡ് ആണ് ഇവിടെ. പക്ഷെ ചേച്ചി ഇവിടെ നമ്മുടെ അവിടുത്തെ ഫ്ലാറ്റിലെ ഞങ്ങളുടെ പിള്ളേർക്ക് എല്ലാവർക്കും ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ചേച്ചി ഉണ്ടാവും. അതാണ് ഒരു പ്ലസ് പോയിന്റ്. അപ്പോൾ നേരത്തെ സൗമ്യ പറഞ്ഞ പോലെ ചേച്ചിയും ഞാനുമാണ് ആദ്യം തൊട്ടേ നമുക്കൊരു ഡാൻസ് ഇതുപോലെ അമ്പലങ്ങളിൽ കളിക്കണം, നമ്മുടെ കല നമ്മൾ എന്താ പറയുക ആ കലയുടെ ഇമ്പോർട്ടൻസ് കൂടി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു തിരുവാതിര തന്നെ ഞങ്ങൾ സെലക്ട് ചെയ്തത്. അപ്പോൾ ബിന്ദു ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ എല്ലാമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ താഴ്ന്നൊന്നും കളിച്ചില്ലെങ്കിൽ ചേച്ചി പറയും ഇങ്ങനെയല്ല കളിക്കേണ്ട, താഴ്ന്ന് കളിക്കുക, ചീത്ത പറയും ചേച്ചി. ഡാൻസിന്റെ കേസിലോ ചേച്ചി ഓരോരുത്തരെയും പറഞ്ഞ് നിന്റെ കുറവ് ഇതാണ്. അപ്പൊ നമുക്ക് ദേഷ്യമൊന്നും വരില്ല, നമ്മൾ നിർത്തിയില്ല, കളിച്ചേ പറ്റൂ. അപ്പൊ അങ്ങനെ ഒരു ടീച്ചർ ഞങ്ങൾക്ക് ഉള്ളതാണ് ഞങ്ങളെ ഇത്രയും നന്നായിട്ട് അത് പെർഫോം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നതാണ് ഞങ്ങളും വിശ്വസിക്കുന്നത്. ബാക്കി 4 പേര് ആരൊക്കെയാണ്? ബാക്കി 4 പേരെന്നല്ല, നമ്മൾ ഒരു 12 എന്ന് വെച്ചാൽ നമ്മൾ കുറേ പ്രാവശ്യം കളിച്ചു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓരോരുത്തർക്കും നമുക്കൊരു ബാക്കപ്പ് പോലെ ഒരു 2-3 പേര് എക്സ്ട്രാ കൂടെ ഉണ്ട്. ബാക്കിയുള്ളത് ക്രിസ്റ്റീന ശരിക്കും നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ഫ്ലാറ്റിലുള്ള. ക്രിസ്റ്റീൻ ഇൻഫോ പാർക്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇതുപോലെ തന്നെ ഞങ്ങളെപ്പോലെ തന്നെ കുട്ടികളുണ്ട്. അപ്പോൾ കുട്ടികൾ ഒന്ന് സെറ്റാക്കി ഹസ്ബൻഡിനെ ഏൽപ്പിച്ചിട്ട് ഇതുപോലെ വന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പം പിന്നെ ഉള്ളത് കാർത്തിക ഇൻഫോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു കുട്ടിയാണ്. കാർത്തികയും ഇതുപോലെ തന്നെയാണ്, ഫാമിലി ആയിട്ട് കോൺഫിഡൻറ്റിലുണ്ട്. പിന്നെയുള്ളത് അഭിജ്ഞയും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റ്മേറ്റ് ആണ്. പിന്നെ ബിന്ദു ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആശ ചേച്ചി. ആക്ച്വലി നമുക്ക് ഒരാൾക്ക് എന്തോ ഒരു അസൗകര്യം വന്നപ്പോൾ നമുക്ക് 9 പേരായി. അപ്പം ആശ ചേച്ചി ഇതുപോലെ വേറെ ഒരു പ്രൊഫഷണൽ തിരുവാതിര കളിക്കുന്ന ഒരു സംഘത്തിലെ ആൾ തന്നെയാണ്. അപ്പോൾ ബിന്ദു ചേച്ചിയായിട്ട് പറഞ്ഞതാണ് തിരുവാതിര നന്നായിട്ട് അറിയാവുന്ന ഒരാളുണ്ട്, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആശ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആശ ചേച്ചി അങ്ങനെ നമ്മുടെ കൂടെ ഒരു 2-3 തിരുവാതിര കളിച്ചിട്ടുണ്ട്. പിന്നെ ചിത്ര ആക്ച്വലി ശ്വേത പറഞ്ഞ മാതിരി തരംഗ് വഴി ഉള്ള ശ്വേതയുടെ ഒരു ഫ്രണ്ടാണ്. ചിത്രയും ഞങ്ങളും ഇപ്പം നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ ചിത്ര വേറൊരു ഫ്ലാറ്റിൽ നിന്ന്, ആശിച്ചേച്ചിയും ചിത്രയും ആക്ച്വലി പ്രാക്ടീസിന് വേറെ സ്ഥലത്തുനിന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് അത്രയും എഫേർട്ട് ഇട്ട് നമ്മുടെ കൂടെ കൂടി പ്രാക്ടീസ് ചെയ്ത് കളിക്കുന്ന 2 പേരാണ്. അപ്പോൾ അവരെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇടയ്ക്ക് ആള് ഇല്ലാതിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂടെ കൂടിയ ആളാണ് സന്ധ്യ ആക്ച്വലി ഒരു തമിഴ് കുട്ടിയാണ്. അപ്പം തിരുവാതിര എന്താണെന്ന് അറിയില്ല, പക്ഷെ കളിക്കാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആയിട്ട് വന്നൊരു കുട്ടിയാണ്. അപ്പം അതിനെ ഒരുപാട് എഫേർട്ട് ഇട്ട് അത് പഠിച്ച് ഒരു തിരുവാതിരയ്ക്കാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ ഉള്ളത് ഐശ്വര്യം ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ ഫ്ലാറ്റിൽ കോൺഫിഡൻ്റിൽ തിരുവാതിര കളിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. ഐശ്വര്യം ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുകയാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരാളാണ് അമ്പിളി നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട്, നമ്മുടെ എല്ലാ കാര്യത്തിനും, അതായത് നമ്മുടെ കൂടെ കളിക്കുന്നില്ല, പക്ഷേ നമ്മുടെ ഒരു ടീം മാനേജർ എന്നുള്ളൊരു സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്ന ആളാണ്. എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. എന്ത് ആവശ്യം വേണമെങ്കിലും അമ്പിളിയുടെ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും അമ്പിളിയും ഇതുപോലെ തന്നെ വർഷങ്ങളായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഗ്രൂപ്പിൽ. പിന്നെ എടുത്തു പറയേണ്ട ഒരാളെന്ന് പറഞ്ഞാൽ നമുക്ക് അവസരങ്ങൾ ശരിക്കും വരുന്നത് ആക്ച്വലി അഞ്ജനയുടെ ഹസ്ബൻഡ് അമ്പലങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊന്ന് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. അജയനാണ്. അതായത് എനിക്ക് തോന്നുന്നു ഉത്സവങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പം അമ്പലങ്ങളുമായിട്ട് കുറച്ച് കണക്ഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് വന്ന അവസരങ്ങളെല്ലാം, എനിക്ക് തോന്നുന്നു എല്ലാ അവസരങ്ങളും, ആദ്യത്തെ ഒരു അവസരം ഒഴിച്ച് ബാക്കി എല്ലാ അവസരങ്ങളും അജയൻ വഴിയാണ് നമുക്ക് കിട്ടിയത്. അപ്പം അജയന്റെ പേര് നമുക്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ശരി. അപ്പോൾ ഒരുപാട് പേരുടെ ഒരു എഫർട്ട് ഇതിലുണ്ട്. നിങ്ങൾ പറഞ്ഞു ആദ്യം മുതൽ നമ്മൾ കേൾക്കുന്നതാണ് എഫർട്ട്, നിങ്ങൾ ഇതിൽ ഒരുപാട് എഫർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലിടുന്നത് ആ എഫർട്ട് മാത്രമല്ല, ഒരുപാട് വെല്ലുവിളികളും നിങ്ങൾക്കുണ്ടായി കാണും. പ്രത്യേകിച്ച് വളരെ ബിസി ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും തന്നെ. കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, പിന്നെ അതിനിടയ്ക്ക് ജോലിയും കഴിഞ്ഞ് വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കി, കുട്ടികളുടെ കാര്യങ്ങളും നോക്കി, ഭർത്താവിൻ്റെ കാര്യങ്ങളും നോക്കി, അതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ ഈ ഒരു പ്രാക്ടീസിലേക്കുമൊക്കെ വരുന്നത്. അപ്പോൾ എത്രമാത്രം വെല്ലുവിളികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്? എങ്ങനെയാണ് നിങ്ങൾ ഈ എഫർട്ട് എന്ന് പറഞ്ഞപ്പോഴും എങ്ങനെയാണ് നിങ്ങൾ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്തു പോകുന്നത്? ഞങ്ങളെല്ലാവരും IT ഇതിലാണ് വർക്ക് ചെയ്യുന്നവരല്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഈവനിങ് ആണ് കൂടുതലും ബിസി ആയിട്ടുണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില ദിവസങ്ങളിൽ ഇപ്പം 8:30 എന്നൊരു ടൈം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. അതായത് ആരൊക്കെ അവൈലബിൾ ആണോ അവരെല്ലാവരും വന്ന് പ്രാക്ടീസ് ചെയ്യും. 8:30 to 9:30 ഒരു ടൈം വെച്ചിട്ടുണ്ട്. ഷാർപ്പ് 8:30 വരാൻ പറ്റാത്തവരാണെങ്കിൽ എപ്പോഴാണ് ഇടയിൽ ഫ്രീ ആവുന്ന ആ സമയത്ത് വന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അപ്പം പല സമയത്തും ഇപ്പം മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാവുമ്പം ചിലപ്പോൾ ഒരു 8:45 to 9 ആയിരിക്കും നമുക്കൊരു അവൈലബിൾ ടൈം കിട്ടുക. അപ്പോൾ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഓടിപ്പോയി പ്രാക്ടീസ് ചെയ്ത് തിരിച്ച് വന്ന് പിന്നെയും വർക്ക് കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പലരും ഇപ്പം ചിത്ര എന്ന് പറഞ്ഞാൽ, പിന്നെ ആശ ചേച്ചി, അവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിലല്ല. അപ്പം ആശ ചേച്ചി ആക്ച്വലി വൈറ്റിലയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് ചേച്ചി വന്നിട്ട്
രാത്രി നമ്മളിവിടെ ഫ്ലാറ്റിൽ താമസിച്ച് അന്നത്തെ വൈകിട്ടത്തെ പ്രാക്ടീസും പിന്നെ പിറ്റേന്ന് രാവിലെയും പ്രാക്ടീസ് ചെയ്യും. എന്നിട്ട് ചേച്ചി ജോലിക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ടാണ് ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതുപോലെ ചിത്രയും അതുപോലെ തന്നെ രാത്രി വന്നിട്ട് ചിലപ്പോൾ അവൾ തന്നെ ഡ്രൈവ് ചെയ്തിട്ട് അതൊരു 11-11:30 തന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോകും. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു എഫേർട്ടാണ് നമ്മുടെ ഈ പ്രാക്ടീസിൻ്റെ സമയത്ത് ഇട്ടിട്ടുള്ളത്. പിന്നെ എസ്പെഷ്യലി ഒബ്വിയസ്ലി നമ്മുടെ ഫാമിലി സപ്പോർട്ടും കൂടെ ഉണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ വീട്ടിൽ കുട്ടികളുണ്ട്, വീട്ടിൽ ജോലികളുണ്ട്, ഇതെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ ഈ പ്രാക്ടീസിന് വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫാമിലി സപ്പോർട്ടുമാണ്, എസ്പെഷ്യലി ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും കൂടി ഉണ്ടായിട്ടാണ് നമ്മളിവിടെ വരുന്നത്. കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ആ 2 hours അവൾക്ക് അറിയാം നമ്മൾ പോകുന്നത് പ്രാക്ടീസിന് മാത്രമല്ല ഒരു മീ ടൈമും കൂടി ആണെന്ന് പറഞ്ഞ് അവർ സപ്പോർട്ട് നമുക്ക് തരുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അതിലൊരു ഹാപ്പിനെസ്സും കൂടെ നമുക്കുണ്ട്. അപ്പോൾ അതും എടുത്തു പറയേണ്ടതായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? വെല്ലുവിളികൾ ഉണ്ടാവുമല്ലോ എല്ലാത്തിലും. കൂടുതലും ഞങ്ങൾക്ക് വന്നിട്ട് പറഞ്ഞാൽ നേരത്തെ ഇപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും കുറേ കാര്യങ്ങൾ ലോഡഡ് ആണ്. വീട്, വർക്ക്, കുട്ടികൾ, അങ്ങനെ ബിസി ലൈഫ് തന്നെയാണ് നമ്മുടെ. അതിൻ്റെ ഇടയ്ക്ക് ഈ തിരുവാതിര എന്ന് പറയുന്നത് ഞങ്ങൾ ശരിക്കും പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ എക്സ്ട്രാ ഇതില്ലെങ്കിലും എന്ന് പറഞ്ഞ ഫീലാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഇത് വേണം, അതാണ് ഞങ്ങളുടെ റിലാക്സേഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരത്തിൽ പലപ്പോഴും ലാസ്റ്റ് മൂമെൻറ്റിൽ ഞങ്ങൾ ഇപ്പോൾ തിരുവാതിരയുടെ ഡേറ്റ് കിട്ടി, ഒരു അമ്പലത്തിൽ നമ്മൾ കമ്മിറ്റ് ചെയ്തു, ഈവൻ നോട്ടീസിൽ വരെ പേര് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളൊരു 10-15 ദിവസം മുമ്പ് നോക്കുമ്പോൾ എന്താ പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് വരുമ്പോൾ അത് നമുക്ക് നിവൃത്തിയില്ല. അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് വേണം. നമുക്ക് തിരുവാതിര ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, നമ്മളവരെ കമ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഞങ്ങളെ ഒരാളെ എടുത്തു കഴിഞ്ഞാൽ 10 ദിവസത്തിൽ നമ്മളെ കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ കളിക്കാൻ പറ്റണം, അങ്ങനെ ഒരാളെ കിട്ടണം. ആ ഒരു സമയത്ത് ഞങ്ങൾ നല്ല രീതിയിൽ സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. ബട്ട് അത് ഞങ്ങളുടെ ഒരു കൂട്ടായ്മ അത്രയും സപ്പോർട്ടീവായിട്ട് നിന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് സോൾവ് ചെയ്ത് നല്ലൊരാളെ കിട്ടിയും കളിച്ച് വന്നപ്പോൾ കളിച്ചു. അങ്ങനെ ഒരു സിറ്റുവേഷൻ 1-2 പ്രാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടും അതിൽ വന്നൊരു ചലഞ്ച് എന്ന് പറയാം. ശരി. ഈ പീരിയഡ്സ് ഒക്കെ വരുമ്പോൾ അതൊരു പ്രശ്നമല്ലേ നിങ്ങൾക്ക്? നമ്മൾ ആദ്യം ഫസ്റ്റ് കളിച്ചപ്പോൾ നമ്മൾ ഇതിനെ പ്രൊഫഷണൽ അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ബാക്കപ്പ് പ്ലാനെ പറ്റിയൊന്നും ആദ്യം ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ശ്വേത പറഞ്ഞ മാതിരി ഒരു സ്ഥലത്ത് ഡേറ്റ് കൊടുത്ത് നമുക്ക് ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒരാൾക്ക് വന്നപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് പീരീഡ്സ് വരാം, അതുപോലെ തന്നെ ഇതുപോലത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 പേര് ബാക്കപ്പ് വേണം എന്നുള്ളത് നമ്മൾ അപ്പോഴാണ് അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അത് പീരീഡ്സിൻ്റെ ടൈമിലാണെങ്കിലും അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2-3 പേര് എക്സ്ട്രാ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റി. പീരീഡ്സിൻ്റെ ടൈമിലാണെങ്കിലും നമ്മളത് ഒരാൾ മാറിക്കഴിഞ്ഞാൽ വേറൊരാളെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വെച്ചിട്ട് അങ്ങനെ കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ആക്ച്വലി പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞല്ലോ ഈ ഒരു ഫ്ലാറ്റ് മേറ്റ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറേ നാളായിട്ട് ഞങ്ങളെല്ലാം ഒരേ വേവ് ലെങ്ത് ആണ്. ഈവനിങ് ഒരു റിലാക്സിങ് മോഡ് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവാൻ ആക്ച്വലി പറഞ്ഞ പോലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞ പോലെ അവർക്കറിയായിരുന്നു. കാരണം ഞങ്ങൾ ഈ തിരുവാതിരയ്ക്ക് പോകുന്ന ഒരു എഫേർട്ട് ഉണ്ടെങ്കിലും ആ ഒരു പോയി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളിത് കളിക്കണം, കണ്ടിന്യൂ ചെയ്യണം എന്നൊരു ഇത് നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്കും ഇത് ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ആദ്യത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചില്ല, ഇപ്പോൾ ശ്വേതയും ബിന്ദു ചേച്ചിയൊക്കെ പറഞ്ഞു നമ്മൾക്ക് ഇനി ഒരുപാട് സ്ഥലത്ത് കളിക്കണം, നമുക്ക് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എല്ലാം ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷേ ശരിക്കും നമ്മൾ ഹാർഡ് വർക്ക് ഇടാൻ റെഡിയാണ്, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാം എന്തും സാധിക്കും എന്നൊരു ലേണിംഗ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കാരണം ആദ്യം ഒട്ടും വിചാരിച്ചില്ല ഇത്രയേറെ അമ്പലത്തിൽ നമ്മൾ പോയി കളിക്കും, ഇതിനൊക്കെ നമ്മുടെ സിറ്റുവേഷൻ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ആദ്യത്തെ കളിച്ചു, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയി, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അതൊരു വലിയ മോട്ടിവേഷനായി. അപ്പോൾ എല്ലാവരും ഇൻട്രസ്റ്റ് ആയിട്ട് എന്നാൽ രണ്ടാമത്തെ നമുക്ക് കളിക്കാം അങ്ങനെ പറഞ്ഞിട്ട് എല്ലാവരും കുറച്ചുകൂടി ഹാർഡ് വർക്ക് ഇടാൻ റെഡിയായിരുന്നു. ഈ പറഞ്ഞ മാതിരി ഇപ്പം വർക്കിൻ്റെ ഇടയ്ക്കും കുട്ടികളുടെ പിന്നെ കൊച്ചുകുട്ടികളാണ്, അപ്പം അസുഖങ്ങൾ വരും. മയൂഷയെ സംബന്ധിച്ചിടത്തോളം മയൂഷയുടെ മോൻ്റെ കൈ ഒടിഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് വീട് പണി ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ എല്ലാവർക്കും ആ രീതിയിൽ എല്ലാവർക്കും കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ അവിടെ വീട്ടിൽ ചിലപ്പം ഇരിക്കേണ്ടി വരും, പ്രാക്ടീസിന് വരാൻ പറ്റില്ല. അപ്പം മയൂഷയൊക്കെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ അയച്ചു കൊടുത്ത് അത് നോക്കിയാണ് പഠിച്ചത്. അങ്ങനെ ഒരുപാട് പേർക്ക് വേറെയും കുറേ പ്രശ്നങ്ങൾ അങ്ങനെ ഓരോരുത്തർക്കായിട്ടുണ്ടായിട്ടുണ്ട്. അതുപോലെ
അതുപോലെ ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞു വന്നപ്പോൾ ഓർത്തത് കാർത്തിക എന്ന് ഞാൻ പറഞ്ഞല്ലോ, ആളിവിടെ എത്താൻ വിചാരിച്ചതാ പക്ഷെ പറ്റിയില്ല. അപ്പോൾ ആൾക്ക് ആണ് ഏറ്റവും ചെറിയൊരു കുട്ടിയുള്ളത്. എത്ര വയസ്സാണ്? എന്തായാലും 3 വയസ്സ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം വരെ കൊണ്ടുപോയൊരു സിറ്റുവേഷൻ വെച്ചാൽ അത്രയും കുഞ്ഞ് പ്രായത്തിലുള്ള ആളെ വരെ ഒന്ന് വീട്ടിൽ വെച്ച് ഒരു ആള് ജസ്റ്റ് താഴെ വരും, പ്രാക്ടീസ് തുടങ്ങിയ 2 പ്രാവശ്യം കളിക്കും, തിരിച്ച് വീട്ടിൽ പോകും. അതുമാതിരി എഫേർട്ട് ഇപ്പൊ കാർത്തികയ്ക്കും ക്രിസ്റ്റീനൊക്കെ ആയാലും ഏറ്റവും അടുത്ത ആൾക്കാർ മരിച്ച അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാരന്റ്സ് ഒരാൾ പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പിടിച്ചു നിന്ന് നമ്മൾ ഹാർഡ് വർക്ക് അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ഒന്ന് റിക്കവർ ആയി കഴിഞ്ഞപ്പോൾ എന്നാ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇത്രയേറെ ഇപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവർ പറയുമ്പോഴും ഞങ്ങൾ വിചാരിച്ചു പിന്നെ നമ്മളെ കൊണ്ടൊന്നും പറ്റുമോ, നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ കളിക്കാൻ പറ്റുമോ, ഇത്രയും സ്ഥലങ്ങളിലൊക്കെ കളിക്കാൻ പറ്റുമോ എന്ന് എതിർത്ത ആൾക്കാരാണ് ഞങ്ങൾ. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയായി, ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയായി കഴിഞ്ഞപ്പോൾ ഇത്രയും അമ്പലത്തിൽ നമ്മൾ കളിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇപ്പം നമുക്കൊരു പ്ലാനും കുറെ കളിക്കണം എന്നൊരു ഇതൊക്കെ വന്നു. പ്രിയരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം വനിതകൾ ചേർന്ന് രൂപീകരിച്ച ലാസ്യമഞ്ജരി എന്ന തിരുവാതിര സംഘത്തിന്റെ വിശേഷങ്ങൾ. ഈ പരിപാടിയുടെ തുടർഭാഗം നാളെ രാത്രി 8:05 യുവവാണിയിൽ. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി.